ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിരൺ സ്റ്റഡി സർക്കിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. സെക്രട്ടറി അസിസ്റ്റന്റ് മെയിൻസ് നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു സ്ട്രാറ്റജി ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. KPSM മെത്തേഡ്, അതായത് കേരള PSC സ്റ്റഡി മെത്തേഡ്, പുതിയ രീതിയിൽ നമ്മൾ എങ്ങനെയാണ് പഠിക്കുക എന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ എൻ്റെ പേര് കിരൺ ആയതുകൊണ്ട് ഇവിടെ കിരൺസ് PSC സ്റ്റഡി മെത്തേഡ് എന്ന രീതിയിൽ നമ്മൾ എങ്ങനെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിപ്പയർ ചെയ്യുന്നുള്ളതാണ് ഒരു 2 വീഡിയോ ഉണ്ടാവും. ഒന്ന് പേപ്പർ 1, 2 പേപ്പർ 2. ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഐഡിയോളജി ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ PSC പഠിക്കാൻ വേണ്ടി പോകുന്നത്. ആ ഐഡിയോളജിയുടെ പേരാണ് PSC ഈസ് എ ആർട്ട് ഓഫ് ലിവിങ് ടോപ്പിക്സ്. അതായത് ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എല്ലാ തോൽവാത്ത തോൽവിധി പഠിക്കുക, PSC ബുള്ളറ്റിൻ പഠിക്കുക. പിന്നെ എല്ലാ കിട്ടുന്നത്ര ഗൈഡുകൾ വാങ്ങി റെഫർ ചെയ്യുക, എല്ലാ നോട്ട്സും ഇരുന്ന് പഠിക്കുക. അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. എല്ലാ ടോപ്പിക്സിനെയും ഡീറ്റെയിൽ ആയി പഠിക്കാൻ വേണ്ടി നമ്മൾ പോകുന്നില്ല. അങ്ങനെ പഠിച്ചിട്ട് നമ്മൾ PSCയിൽ ടോപ്പ് ആവാൻ പോകുന്ന ഒരു മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് KPSM മെത്തേഡ്. ഇത് എന്താണ് എന്നറിയണമെങ്കിൽ ഈ ചാനലിൻ്റെ വീഡിയോ സോഴ്സിൽ പോവുക. അവിടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ ഉണ്ടാവും. അതിൽ KPSM മെത്തേഡ് കൊടുത്തിട്ടുണ്ടാവും. അത് നിങ്ങൾക്കൊന്ന് നോക്കാവുന്നതാണ്. അത് നോക്കിയിട്ട് വന്നിട്ട് ഇത് നോക്കുമ്പോൾ കുറെ കൂടി ബെറ്റർ ആയിട്ട് മനസ്സിലാവും. അത് കോമൺ ആയിട്ട് എല്ലാ ഡിഗ്രിക്കും വേണ്ടി ഇട്ടിട്ടുള്ളതാണ്. ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് സെക്രട്ടറി അസിസ്റ്റന്റിന്റെ കാര്യം മാത്രമാണ്. സോ ഇവിടെ ഒരു ചാനലുണ്ട് @കിരൺ സ്റ്റഡി സർക്കിൾ 123 എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിൽ നിങ്ങൾക്ക് സ്റ്റഡി സർക്കിൾ ഡിഗ്രി എക്സാംസിൻ്റെ എന്ന് കാണും. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ PPTസും മറ്റ് വരാൻ പോകുന്ന നോട്ട്സും എല്ലാം നിങ്ങൾക്ക് അതിൽ കിട്ടുന്നതായിരിക്കും. അപ്പം എൻ്റെ പേര് കിരൺ. നമുക്ക് ഇന്നത്തെ ഈ സ്ട്രാറ്റജി സെഷനിലേക്ക് നോക്കാം. ഒരു PSC എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 3 കാര്യങ്ങളാണ് വേണ്ടത്. കാര്യം നമ്പർ 1, നിങ്ങൾക്ക് ഹാർഡ് വർക്ക് വേണം. കാര്യം നമ്പർ 2, സ്മാർട്ട് വർക്ക് ഉണ്ടാവണം. കാര്യം നമ്പർ 3, ലക്ക് വേണം. ഹാർഡ് വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കണം. പഠിക്കാതെ വേറൊരു നിവൃത്തിയില്ല. പഠിക്കാതെ വർക്ക് ചെയ്യാതെ ഒരു എക്സാം പാസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അത് നിങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടത്. അതൊന്നും ഡൗട്ടും ഇല്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്മാർട്ട് വർക്കാണ്. എങ്ങനെയാണ് പഠിക്കേണ്ടത്, എല്ലാം ഡീറ്റെയിലിൽ പഠിക്കേണ്ട കാര്യമുണ്ടോ, എന്തൊക്കെ വിടണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഞാൻ നിങ്ങളെ ഗൈഡ് ചെയ്യും. മൂന്നാമത്തെ കാര്യമാണ് ലക്ക്. ഫോർ എക്സാമ്പിൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിനെല്ലാം കറക്റ്റായിട്ട് എഴുതിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കിട്ടുന്ന ഏകദേശം ഉറപ്പാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് PSC ഒരു 10-15 ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തത്. അതിൽ നിങ്ങൾ ശരിയാണ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ മാർക്ക് പോയില്ലേ. നിങ്ങൾ താഴേക്ക് ഡൗൺ ആയിട്ട് വന്നില്ലേ. പിന്നെ ഡിഫറെൻറ്റ് സ്റ്റേജസിലാണ് എക്സാം നടന്നിട്ടുണ്ടായിരുന്നത്. സെക്രട്ടറി അസിസ്റ്റന്റ് അല്ല, ഇപ്പം മെയിൻസ് അല്ല, പ്രിലിംസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ഡിഫറെൻറ്റ് സ്റ്റേജസിലൊക്കെയാണ് എക്സാം നടന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ എഴുതിയ സ്റ്റേജ് എന്ന് പറയുന്നത് ടഫും, രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് വളരെ കമ്പാരിറ്റീവ്ലി ഈസിയുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ടഫ് സ്റ്റേജ് എഴുതിയ ആൾക്ക് പണി കിട്ടിയില്ലേ? അവർ പഠിക്കാത്തത് കൊണ്ടാണോ? അല്ല. കമ്പയർ ചെയ്യുമ്പോൾ ഒരാൾക്ക് ഒരാളെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു പേപ്പറായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. സോ ഇങ്ങനെയൊക്കെ വരാമല്ലോ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ എപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടും. ഇത് തന്നെയാണ് ഇപ്പോൾ PSCയിൽ ജോലി കിട്ടുന്ന എല്ലാവരുടെയും സിറ്റുവേഷൻ. ഇത്രയും കാര്യം മനസ്സിലായില്ലേ? അതെ. നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പേപ്പർ 1 സ്മാർട്ട്ലി പഠിക്കുക എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് കാണുന്ന കുറേ ആളുകൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഉള്ളവരായിരിക്കും. അവരോട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രിലിംസിന്റെ സമയത്ത് തന്നെ മെയിൻസിനും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ടൈം ടേബിൾ കൊടുത്തിട്ടുണ്ടാവുക. അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ അവരുടെ കയ്യിൽ ഇപ്പം 100 മാർക്കുണ്ട്. പേപ്പർ 1ഉം പേപ്പർ 2ഉം കമ്പൈൻ ചെയ്തതിന് ശേഷം അവരുടെ കയ്യിൽ 100 മാർക്കുണ്ട്. അല്ല, നിങ്ങൾ പുതുതായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ആദ്യം തൊട്ട് തരുന്ന ഈ 2 മാസത്തെ ടൈം ടേബിൾ, ഒരു 2 മാസത്തെ ടൈം ടേബിൾ നമ്മൾ ഇടാൻ പോകുന്നത്. ആ 2 മാസത്തെ ടൈം ടേബിൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം. അത് ചെയ്യാത്തവരോ KPSM മെത്തേഡ് ഫോളോ ചെയ്യാത്തവരോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അങ്ങനെ ചെയ്യാം. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു 160 മാർക്കാണ്.
160 മാർക്ക് 2 പേപ്പറും കൂടി നമ്മൾ എന്ത് ചെയ്യണം, വാങ്ങിയിരിക്കണം. ഒരു LSGSന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒരു 95 ലെവലിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ഒരു സെക്രട്ടറിയേഴ്സ് അസിസ്റ്റന്റ് പേപ്പർ 2 എന്ന് പറയുന്നത് LSGSന്റെ, അതായത് പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേപ്പർ 2നെ കമ്പയർ ചെയ്യുമ്പോൾ കുറെ കൂടി ഈസിയാണ്. ഓക്കെ, ദാറ്റ് മീൻസ് കട്ട് ഓഫ് ഉറപ്പായിട്ടും എന്ത് ചെയ്യുന്നതായിരിക്കും, കൂടുന്നതായിരിക്കും. അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. അത് കണ്ട് പേടിക്കേണ്ട കാര്യമല്ല ഉള്ളത്. കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് അഡ്മിനിസ്ട്രേഷൻ, അതേപോലെ മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളുണ്ട്. ഈ ഭാഗങ്ങളിൽ അവർക്ക് അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കും. സയൻസ് ഇഷ്ടമുള്ളവർക്ക്, സയൻസ് സ്റ്റുഡൻസിന് ഇപ്രാവശ്യം കുറച്ച് ലക്കുണ്ട്. കാരണം 21 ക്വസ്റ്റ്യനും കറണ്ട് അഫയേഴ്സും പേപ്പർ എന്ന് വരുന്നതായിരിക്കും. 7 ക്വസ്റ്റ്യൻ ഉണ്ടാവും. സാധാരണഗതിയിൽ അങ്ങനെ ക്വസ്റ്റ്യൻ ഇല്ല. ഓക്കെ, ഒരു ബയോളജിയിൽ നിന്ന് ഒരു 6ഉം കെമിസ്ട്രി ഫിസിക്സ് നിന്ന് 3 മുതൽ 12 ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഓൾമോസ്റ്റ് ഇരട്ടി തന്നെ പറയാം, ആ രീതിയിൽ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ഈസി ആയിട്ട് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും, സെക്രട്ടറിയേഴ്സിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും പഞ്ചായത്ത് സെക്രട്ടറിയേക്കാളും കൂടുകയുള്ളൂ, കുറയാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓക്കെ, അത്രയും കാര്യം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അനാലിസിസിന്റെ ബേസിലാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ പേപ്പർ 1ലെ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററിയിൽ നമുക്ക് 3 ഹിസ്റ്ററി ഉണ്ട്. ഒന്ന് കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി. ഇത്രയും കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഓക്കെ, ഒരു 7 മാർക്കാണ് നമുക്ക് ഹിസ്റ്ററി പോർഷനിൽ വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിന് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കേരള ഹിസ്റ്ററിയിൽ നിന്ന് ഒരു 2 to 3 മാർക്സ് ആയിരിക്കും ഉണ്ടാവുക. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് ഒരു 2 to 3 മാർക്സ് ആയിരിക്കും ഉണ്ടാവുക. വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് 1-2 മാർക്കായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഈ രീതിയിലാണ് എക്സാമിൽ നമ്മൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പ്രതീക്ഷിക്കുന്നതല്ല, ഈ രീതിയിലാണ് വരുന്നത്. ഓക്കെ, ഫൈൻ. അത് കേരള ഹിസ്റ്ററിയുടെ നിങ്ങളുടെ സോഴ്സ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, അഡ്വാൻസ് ഓഫ് യൂറോപ്യൻ പഠിക്കാൻ വേണ്ടി യൂറോപ്യന്മാരുടെ ആഗമനം എന്ന് പറഞ്ഞിട്ട് ടോപ്പിക് ഉണ്ട്, ഇവിടെ കാണും. ഓക്കെ, കേരള ഹിസ്റ്ററിയിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് യൂറോപ്യന്മാർ വന്നതും അവരുടെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചുള്ള ടോപ്പിക്കുമാണ് ആദ്യത്തെ ഉള്ളത്. ഓക്കെ, ആ ടോപ്പിക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ SCERT NCERT ഉണ്ട്. ഓക്കെ, തമിഴ്നാട് ബുക്സിൽ 8 to 12 ബുക്സ് ഉണ്ട്. NIOS അതായത് ഓപ്പൺ സ്കൂളിന്റെ 8 to 12 ബുക്സ് ഉണ്ട്. ഇതാണ് നിങ്ങൾ അതിന്റെ സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യേണ്ട, പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം. ഇതിനേക്കാളും കൂടുതൽ ഡീറ്റെയിൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ടൈം വരും. ശ്രീധരമേനോൻ വായിക്കാവുന്നതാണ്. ഓക്കെ, ശ്രീധരമേനോന്റെ എല്ലാ പാർട്ടും വായിച്ച് ഹിസ്റ്ററി മൊത്തം കവർ ചെയ്യാനുള്ള സമയം ഇപ്പില്ല. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പുതുതായി കാണുന്നവരോടും ആ ഭാഗങ്ങളെല്ലാം, പ്രത്യേകിച്ച് ഹിസ്റ്ററി, ജോഗ്രഫി, കോൺസ്റ്റിറ്റ്യൂഷൻ, ഈ 3 ഭാഗങ്ങൾ പ്രിലിംസിന് പഠിക്കുമ്പോൾ തന്നെ വളരെ ഡീറ്റെയിൽഡ് ആയി പഠിക്കണം. എങ്കിൽ മാത്രമാണ് മെയിൻസിന് വരുമ്പോൾ അത് റിവിഷൻ ചെയ്യുന്ന രീതിക്ക് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എന്തുവരും, പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡീറ്റെയിൽഡി പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഡീറ്റെയിൽഡി പഠിച്ചിട്ടില്ല സർ, ഞാൻ പുതിയതാണ്, അല്ലെങ്കിൽ ആ സമയത്ത് ഞാൻ പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിലാണ്. അതേപോലെ IT ഉണ്ടാവും, ആർട്സ്, ലിറ്ററേച്ചർ ഉണ്ടാവും. അതൊന്നാണ് ഞാൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം, ഇതെല്ലാം വായിച്ചു നിൽക്കാനുള്ള സമയം നമ്മുടെ കയ്യിലില്ല. അപ്പൊ നമ്മൾ സിലബസിനെ റെഡ്യൂസ് ചെയ്യും. ഓക്കെ, എന്നിട്ട് വീക്ക്ലി ആയിട്ട് ടോപ്പിക്സ് തരും. ആ ടോപ്പിക്സ് മാത്രം പറഞ്ഞ രീതിയിൽ പഠിക്കുക. ഓക്കെ, പറഞ്ഞ രീതിയിൽ പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 2025 മോഡൽ പ്രകാരം ഫാക്ട്, സ്റ്റേറ്റ്മെന്റ് എന്ന രീതിയിൽ നമുക്ക് 2ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിനെ തിരിക്കാൻ പറ്റും. ഒരു ഫാക്ട് മോഡൽ ആണെങ്കിൽ, ഇപ്പൊ കേരള ഹിസ്റ്ററി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ശ്രീനാരായണ ഗുരു ഏത് വർഷമാണ് അരുവിപ്പുറത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, പരീക്ഷ നടത്തിയിട്ടുണ്ടായിരുന്നത്? സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫാക്ട് ക്വസ്റ്റ്യൻ. അതിന്റെ എക്സ്റ്റൻഷൻ ആയിട്ട് ഒരു മാച്ച് ദ ഫോളോയിങ് അല്ലെങ്കിൽ ഒരു ടൈം ലൈൻ, അതായത് 4 സംഭവങ്ങൾ തരും. ആ 4 സംഭവങ്ങളെ ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ എഴുതുക. സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് സ്റ്റേറ്റ്മെന്റ് നോർമൽ ആയിട്ടുള്ളത്, അസേർഷൻ, റീസൺ. കുറച്ച് എന്ത് ചെയ്യണം, ഒരു അസേർഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും, റീസൺ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. അടുത്ത അനാലിസിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, 2024 പഞ്ചായത്ത് സെക്രട്ടറി നമ്മൾ കണ്ടതാണ്. ഒരു ബോക്സ് ഒക്കെ തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു പ്രക്രിയ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ RBIയുടെ ഇത് പ്രകാരം GDP-യിലേക്ക് 8.5% കൂടുതലായിട്ട് പണം കൊടുത്തു എങ്കിൽ ഇഫക്റ്റ് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ എല്ലാവരും ഓൺലൈൻ ഷോപ്പിംഗ് ആണ് നടത്തുന്നത് എങ്കിൽ GDP-യിൽ ഇഫക്റ്റ് എന്താ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിനെയൊക്കെ നമ്മൾ അനാലിസിസ് ക്വസ്റ്റ്യൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ മൊത്തം 6 സബ് ടൈപ്പും 2 ടൈപ്പും, ഓക്കെ, ഫാക്ടും സ്റ്റേറ്റ്മെന്റും, മൊത്തം 6 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് PSCക്ക് വരുന്നത്. ഓക്കെ,
ഞാൻ അതിൽ ഫാക്ട് എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു ടോപ്പിക് എഴുതി, ശ്രീനാരായണ ഗുരു, വൈക്കം സത്യാഗ്രഹം, ഓക്കെ എന്നൊക്കെ പറഞ്ഞ ടോപ്പിക് ഉണ്ടായിരുന്നു. അത് ഞാൻ ശ്രീനാരായണ ഗുരു എഴുതി ഫാക്ട് എന്നാണ് എങ്കിൽ ബേസിക് ആയ കാര്യവും PYQവും മാത്രമേ നോക്കാൻ പറ്റുള്ളൂ. അതിന്റെ ഇടയിൽ കയറിയിട്ട് അത് ഡീറ്റെയിൽ ആയി പഠിക്കാൻ പറ്റില്ല. ഒന്ന്, നിങ്ങളുടെ സമയമില്ല. രണ്ട്, നിങ്ങളുടെ അങ്ങനെയല്ല ക്വസ്റ്റ്യൻ വരിക. ഞാൻ ഫാക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാക്ട് രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ വരേണ്ടത്. രണ്ട്, സ്റ്റേറ്റ്മെന്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ 6 ടൈപ്പ് എഴുതാനുള്ള സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് രണ്ടായിട്ട്, ഒന്ന് ഫാക്ട്, ഒന്ന് സ്റ്റേറ്റ്മെന്റ്. ആ സ്റ്റേറ്റ്മെന്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഡീറ്റെയിൽ ആയി പഠിക്കണം. ഓക്കെ, ഓൾറെഡി നമ്മൾ സിലബസിനെ കുറയ്ക്കാൻ പോവുകയാണ്. അതിൽ തന്നെ എല്ലാം ഡീറ്റെയിൽ ആയി പഠിക്കേണ്ട. ഫാക്ട് ആണോ എന്താ സ്റ്റേറ്റ്മെന്റ് ആണോ എന്ന് എഴുതി വെക്കുന്നുണ്ട്. ഇത്രയും കാര്യമൊക്കെ അല്ലേ. ഒരു 2 മാസത്തേക്കാണ് നമ്മൾ എഴുതാൻ വേണ്ടി പോകുന്നത്. അതിനുശേഷം നമ്മൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇതിന്റെ പ്രധാനപ്പെട്ട ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സമയം ലഭിക്കും. ഓക്കെ, ടെൻഷൻ ഉണ്ടാവില്ല. ഓരോ ആഴ്ചയും ഞാൻ പറയുന്നതായിരിക്കും എത്ര മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യുന്നുള്ളത്. അപ്പൊ മാർക്കിന്റെ ലെവൽ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും ആക്ച്വലി വളരെ കോൺഫിഡന്റ് കിട്ടും. ടെൻഷൻ വരില്ല. അയ്യോ എവിടെ എത്തി എന്നുള്ള പ്രോബ്ലം വരില്ല. ഓക്കെ, ഏതാണ് സിലബസ് കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ള ഇഷ്യൂ വരില്ല. എങ്ങനെ പഠിക്കണം എന്ന് വരില്ല. അങ്ങനൊന്നുമില്ല. ഓക്കെ അല്ലേ? ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? അതെ. ഓക്കെ, സോ ഫാക്ട് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഒരു ബേസിക് കാര്യവും PYQവും പഠിക്കുന്നു. സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഡീറ്റെയിലുള്ള കാര്യം പഠിക്കുന്നു. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. അപ്പൊ കേരള ഹിസ്റ്ററിയിൽ ആ ടോപ്പിക്സ് ഞാൻ തരുന്നതായിരിക്കും. ഇനി ഇന്ത്യൻ ഹിസ്റ്ററി. ഓക്കെ, ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമ്മൾ പ്രിലിം സമയത്ത് സെലക്ടഡ് ആയിട്ടുള്ള ടോപ്പിക് എന്ത് വെച്ചിട്ടുണ്ട്? എടുത്തു വെച്ചിട്ടുണ്ട്. ചെറിയ കുറച്ച് ടോപ്പിക് നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, മുഴുവൻ ഇന്ത്യൻ ഹിസ്റ്ററി ഒന്നും പഠിക്കാൻ നമ്മൾ സമയം ഉണ്ടാവില്ല. ഓക്കെ, ഇന്ത്യൻ ഹിസ്റ്ററിയുടെ സോഴ്സ് എന്ന് പറയുന്നത് NCERT, SCERT, NIOS, തമിഴ്നാട് ബുക്സ് ആണ്. ഓക്കെ, ഇതല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ബുക്ക്, അതായത് സ്പെക്ട്രം വായിക്കാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ ബിപിൻ ചന്ദ്ര വായിക്കാൻ തീരുമാനിച്ചു, സമയമില്ല. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പ്രിലിംസിന് മുമ്പ് ചെയ്യണമായിരുന്നു. ഓക്കെ, ഇപ്പൊ അതിനുള്ള സമയമില്ല. അത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. ഓക്കെ, ഇപ്പൊ സ്പെക്ട്രം ഒക്കെ വായിക്കാൻ വേസ്റ്റ് ഓഫ് ടൈം ആയിരിക്കും. ഓക്കെ, NCERT, SCERT തന്നെ നമ്മൾ ചില സമയം ചാപ്റ്റേഴ്സ് മെൻഷൻ ചെയ്യും ടൈം ടേബിളിൽ. ആ പർട്ടിക്കുലർ ചാപ്റ്റർ ആണ് വായിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ +1 10ാം ചാപ്റ്റർ വായിക്കുക എന്ന് പറഞ്ഞാൽ അത് മാത്രം വായിക്കുക. ഓക്കെ, ഇനി അതൊന്ന് ക്വസ്റ്റ്യൻ വരുമോ സാർ? അതൊന്ന് ക്വസ്റ്റ്യൻ വരും. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? നമ്മുടെ ലക്ഷ്യം 160 ആണ്. ബാക്കി 40 മാർക്ക് ഉണ്ടല്ലോ. ഈ 160 നമ്മുടെ കയ്യിൽ വരണം. ഓക്കെ, 40 മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും? ഡിഫറൻസ് വരും. അത്രയും കാര്യം ഓക്കെ അല്ലേ? 160 പോരെ? ഓക്കെ, 160 ആണെങ്കിൽ തന്നെ നിങ്ങൾ ടോപ്പിലായി. ഓക്കെ, ആ ടോപ്പ് മാർക്കാണ് നമ്മൾ വാങ്ങാൻ വേണ്ടി പോകുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് നമ്മൾ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് റിവൈസ് ചെയ്യേണ്ട ഒരു ഭാഗമാണ് വേൾഡ് ഹിസ്റ്ററി. ഓക്കെ, സോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ NCERT, SCERT, NIOS, തമിഴ്നാട് ബുക്സ്. ഇതല്ലാതെ വേറെ ഒന്നും വായിക്കരുത്, വേറെ ഒന്നും വായിക്കാൻ നിൽക്കരുത്. ഓക്കെ അല്ലേ? വേറെ വേൾഡ് ഹിസ്റ്ററിയിലെ ബുക്കൊക്കെ ഒരുപാട് പേര് റെഫർ ചെയ്തിട്ടുണ്ടാവും. അതൊന്നും വായിക്കാൻ നിൽക്കരുത്. ഓക്കെ അല്ലേ? എന്നിട്ട് ടൈം ടേബിൾ പറഞ്ഞിരിക്കുന്ന ചാപ്റ്റർ എന്ത് ചെയ്യണം? പഠിക്കണം. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? അതെ. ഇനി ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫയേഴ്സ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കറണ്ട് അഫയേഴ്സ്, അതായത് ഏതെങ്കിലും ഓർഗനൈസേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഭവം ഉണ്ട്, അതിന്റെ 100ാം വർഷം, 150ാം വർഷം, 200ാം വർഷം, അങ്ങനെ എന്തെങ്കിലും സെലിബ്രേഷൻ ഉണ്ടെങ്കിൽ, ഇപ്പൊ നമ്മുടെ സെലിബ്രേഷൻ നിൽക്കുന്നത് ആര്യ സമാജത്തിന്റെ 150ാം സെലിബ്രേഷൻ ആണ്. അപ്പൊ അത് എന്തായിട്ട് വരും? കറണ്ട് അഫയർ ആയിട്ട് വരും. ഇനി ഡെവലപ്മെന്റ് ഇൻ സയൻസ്, എഡ്യൂക്കേഷൻ, ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു എന്തുണ്ട്? സിലബസ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഇന്ത്യൻ ഹിസ്റ്ററി നോക്കുക. ഇവിടെ ഡെവലപ്മെന്റ് ഇൻ സയൻസ്, എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി, അടുത്തത് ഫോറിൻ പോളിസി എന്ന് പറഞ്ഞിട്ട് സിലബസിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ അതില് സയൻസ് ആൻഡ് ടെക്നോളജി ഭാഗത്ത് നിന്ന് നമുക്ക് വരുന്നത്, ഓക്കെ, അഗ്നി 5, MIRV ടെക്നോളജി, K6 ഹൈപ്പർസോണിക് മിസൈൽ, ബ്രഹ്മോസ് ക്രൂസ് മിസൈൽ. ഓക്കെ, സയൻസ് ടെക്നോളജി അല്ലേ? ഈ സയൻസും ടെക്നോളജിയും ഉണ്ടല്ലോ, സയൻസ് ആൻഡ് ടെക്നോളജി. അഗ്നി 5 ഇപ്പൊ കത്തി നിൽക്കുന്ന ഒരു എന്താ പറയാ കറണ്ട് അഫയർ അല്ലേ? ഓക്കെ, എന്തൊക്കെയാണ് ഇന്ത്യ ചെയ്യുന്നുള്ള കാര്യമാണ്. ഇന്ത്യൻ ഹിസ്റ്ററി നമ്മൾ എടുത്താണ്. ഷിപ്സിന്റെ കാര്യത്തിൽ പുതിയ ടെക്നോളജി ആണെങ്കിൽ INS സൂററ്റ് ഉണ്ട്, INS നീലഗിരി ഉണ്ട്, INS വാങ്ഷീർ ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ MQ-9B ഡ്രോൺസ് US നിന്ന് വാങ്ങിയിട്ടുണ്ട്. ഹെറോൺ MK2 UAV ആൻഡ് MRSAM മിസൈൽ സിസ്റ്റം ഇസ്രയേലിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ടെക്നോളജി ഭാഗത്തുനിന്നുള്ള കറണ്ട് അഫയർ മനസ്സിലായ? എന്റെ ചോദ്യം, ഇത് മുഴുവൻ സിലബസുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയർ അല്ലേ? അതെ, നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് സിലബസുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയർ ആയിരിക്കും. അല്ലാതെ
എല്ലാ സാധനവും വായിച്ചിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യില്ല, സംഭവം കിട്ടിയെന്ന് വരില്ല. ഡെയിലി ന്യൂസ് ഫോളോ ചെയ്യലല്ല നമ്മുടെ പണി. ഓക്കെ, ഡെയിലി PSC ബുള്ളറ്റിൻ വായിക്കലല്ല നമ്മുടെ പണി. ഡെയിലി തൊഴിൽ വാർത്ത, തൊഴിൽ വിധിയിൽ കറണ്ട് അഫയർ വായിക്കലല്ല പണി. എല്ലാം ആര് മരിച്ചു, ആര് ജനിച്ചു, എപ്പോൾ എവിടെ ഉണ്ടായി, ഓക്കെ അല്ലേ, അങ്ങനെയുള്ള കാര്യം നോക്കണമെന്നല്ല നമ്മുടെ പണി. നമ്മുടെ പണി എന്ന് പറയുന്നത് സിലബസിൽ എന്ത് എഴുതിയിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് എന്ത് ചെയ്യും, നോക്കിയിട്ട് പോകും. അതൊന്ന് വരും. ഓക്കെ, ഒരു 20 കറണ്ട് അഫയേഴ്സ് ഉണ്ടെങ്കിൽ ഒരു 18 നമുക്ക് സിലബസ് നിന്ന് വരും. ഓക്കെ, അതിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുള്ളൂ, അല്ലാതെ ന്യൂസ് എന്നുള്ള 2 നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യില്ല. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. അപ്പൊ ഡെവലപ്മെന്റ് ഇൻ സയൻസ് ആൻഡ് എഡ്യൂക്കേഷനിൽ എഡ്യൂക്കേഷൻ ഇപ്പൊ കത്ത് നിൽക്കുന്ന പ്രശ്നം എന്താ? നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 എന്താണ്? ലാംഗ്വേജ് ഇഷ്യൂ. അപ്പോ NEP 2020 എന്താ പറയുന്നത്? അവർക്ക് ഇഷ്ടമുള്ള പോലെ എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. പക്ഷേ 2 നേറ്റീവ് ലാംഗ്വേജ് എന്ത് ചെയ്യണം, എന്തായാലും പഠിച്ചിട്ടുണ്ടാവണം. ഈ നേറ്റീവ് ലാംഗ്വേജ് ഏതായിരിക്കണം എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇവിടെ സൗത്ത് ഇന്ത്യയിലാണെങ്കിൽ ഹിന്ദി സംസാരിക്കില്ലെങ്കിൽ അവർ ഹിന്ദി പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തമിഴ്നാട്, കർണാടക പോലുള്ള സംസ്ഥാനങ്ങൾ എന്ത് പറഞ്ഞു, ഞങ്ങൾ ഹിന്ദി പഠിപ്പിക്കൂല. അത് പ്രശ്നമായില്ലേ? ഓക്കെ, ഇനി നോർത്ത് ഇന്ത്യയിലെ എല്ലാവരും സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജ് പഠിക്കണമെന്നില്ല. ആ ലാംഗ്വേജ് ഇഷ്യൂ വലിയൊരു ഇഷ്യൂ ആയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല. കമൽഹാസന്റെ തഗ് ലൈഫ് ഒക്കെ ഇറങ്ങിയ സമയത്ത് കമൽഹാസൻ പറഞ്ഞു എല്ലാ സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജ് ഉണ്ടായത് മുഴുവൻ എവിടെ നിന്നാണ്, തമിഴിൽ നിന്നാണ്. പിന്നെ ആകെ പ്രശ്നമായി, ആകെ ബഹളമായി. ഓക്കെ, കർണാടകയിൽ എന്ത് ചെയ്തു, തഗ് ലൈഫ് എന്തായി, ബാനായി. ഓക്കെ, ആകെ പ്രശ്നമായി. അത് നമുക്ക് കറണ്ട് അഫയർ ആണ്. എഡ്യൂക്കേഷൻ എന്ന് വന്നിട്ട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020. ഈ എൻ്റെ കാര്യം നിങ്ങളോട്, ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 എന്ന് പറയുന്നതിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട കാര്യമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുള്ളൂ. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അതാണ് സിലബസ് കറണ്ട് അഫയേഴ്സ് ആയിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ ഫോറിൻ പോളിസിയിൽ നമുക്ക് പറയാനുള്ളത് മിലിറ്ററി എക്സൈസ് ഉണ്ട് 2024-25. അത് ബൈലാറ്റർ ആയിരിക്കാം, മൾട്ടിനാഷണൽ എക്സൈസ് ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ, ഇവിടെ കുറച്ച് എക്സൈസ് ഞാൻ എക്സാമിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. വരുണ, ശക്തി, ഇന്ദ്ര ആരുമായിട്ടാണ് അവരെന്ത് ചെയ്ത് നടത്തിയത്, ബൈലാറ്റർ എക്സൈസ് നടത്തിയിട്ടുണ്ടായിരുന്നത്. മൾട്ടിലാറ്റർ ഒരുപാട് പേര് ഒരുമിച്ചിട്ടാണ്. ഓക്കെ, ഇപ്പൊ കൊമോഡോ ആണെങ്കിൽ ഇന്ത്യ ഉണ്ട്, ഇന്തോനേഷ്യ ഉണ്ട്, US ഉണ്ട്, ചൈനയുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത് 2024 കഥ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, അല്ലാതെ വർഷങ്ങൾക്ക് മുമ്പുള്ളതൊന്നും എടുത്തിട്ടില്ല. ഓക്കെ അല്ലേ? ഫോറിൻ പോളിസി എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഭാഗങ്ങളാണ്. ഒന്നും ബ്രിക്സ്. ഓക്കെ, ട്രംപും ബ്രിക്സും ഒന്ന് ഭയങ്കര പ്രശ്നം നിൽക്കുകയാണ്. ഇസ്രായേൽ പാലസ്തീൻ, ഇസ്രായേൽ ഇറാൻ വാർ, റഷ്യ ഉക്രൈൻ വാർ, ഇന്ത്യ പാകിസ്ഥാൻ വാർ. ഓക്കെ അല്ലേ? അതൊക്കെ ഇതിൽ വന്നില്ലേ? അപ്പൊ ഈ ഓപ്പറേഷൻ എന്താണ് ആക്ച്വലി, സിന്ധൂർ, ഓക്കെ, പെഹൽഗാം അക്രമം എന്നൊക്കെ പറഞ്ഞ് നമുക്കത് കറണ്ട് അഫയേഴ്സ് ആയിട്ട് വന്നില്ലേ? ഓക്കെ, പിന്നെ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഉണ്ടാവും. ആരുമായിട്ട്? ഇന്ത്യയും US-ഉമായിട്ട്, ബ്രിട്ടനുമായിട്ട്. പിന്നെ TEPA ഉണ്ട്, ട്രേഡ് ആൻഡ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ് വിത്ത് യൂറോപ്യൻ ട്രേഡ് അസോസിയേഷൻ. നമുക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രിട്ടനാണ്, പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നത് US-എന്നും ഇതും എന്ത് ചെയ്യും, ചോദിക്കുന്നതായിരിക്കും. ഇതെല്ലാം 2024 കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പൊ എന്റെ ചോദ്യം, സിലബസ് എന്നുള്ള കറണ്ട് അഫയേഴ്സ് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇനി അടുത്ത കറണ്ട് അഫയർ വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ട്. വേൾഡ് ഹിസ്റ്ററി നമുക്ക് ടോപ്പിക് ഉണ്ട്. ടോപ്പിക്കിന്റെ പേരാണ് UN-ഉം വേറെ അന്താരാഷ്ട്ര ഓർഗനൈസേഷൻസും. ഓക്കെ, അപ്പൊ ഐക്യരാഷ്ട്ര സംഘടനയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിന്റെ തിയറി പഠിച്ചു കഴിഞ്ഞാൽ ഐക്യരാഷ്ട്ര സംഘടന ഇൻഡെക്സ് ഉണ്ട്. ദാ കിടക്കുന്നു ഇൻഡെക്സ്, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് 2023, 24, 25 പഠിച്ചു വെക്കുക. ഓക്കെ, വുമൺ ഡെവലപ്മെന്റ് ഇൻഡെക്സ് 23, 24, 25 പഠിച്ചു വെക്കുക. UN-ന്റെ ഡേയ്സ് ആൻഡ് ഇയേഴ്സ് ഇന്ന വർഷം അവരെന്ത് ചെയ്യുന്നതായിരിക്കും, ഇന്ന കാര്യമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ 2025 ഇന്റർനാഷണൽ ഇയർ ഓഫ് സെവറൽ തിങ്സ് ആണ്. ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി, കോപ്പറേറ്റീവ്സ്, ഗ്ലേഷ്യേഴ്സ്, പ്രിസർവേഷൻ ആൻഡ് പീസ് ആൻഡ് ട്രസ്റ്റ് എന്നൊക്കെ പറയുന്ന കാര്യമുണ്ട്. ഇതിൽ ഏതെങ്കിലുമൊക്കെ തന്നിട്ട് ഇതിൽ ഉൾപ്പെടാത്ത ഏതാണെന്ന് ചോദിക്കാം. അപ്പൊ തന്നെ അതിലെ കറണ്ട് അഫയർ, യുനെസ്കോയുടെ ടാഞ്ചിബിൾ ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജ് സൈറ്റ് ഉണ്ട് ഇന്ത്യ എന്നുള്ളത് 2024-25. UNEP-യുടെ വേൾഡ് എൻവയോൺമെന്റൽ സ്ലോഗൻ ഉണ്ട് 2023-25 വരെ. ഇതൊക്കെ അല്ലേ മക്കളെ കറണ്ട് അഫയേഴ്സ്. ഓക്കെ, ഇതെല്ലാം നമുക്ക് സിലബസിൽ ഉള്ളതല്ലേ? ടോപ്പിക് കാണുന്നില്ലേ? ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് അല്ലേ? അവരവിടെ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഉണ്ട്. നെക്സ്റ്റ് ഭാഗമാണ് ജോഗ്രഫി. ഓക്കെ, ജോഗ്രഫിന്ന് 7 മാർക്കാണുള്ളത്. ഈ ജോഗ്രഫി നമുക്ക് 3ആയി തിരിക്കാവുന്നതാണ്. ഒന്നിന്റെ പേര് പ്രിൻസിപ്പിൾസ് ഓഫ് ജോഗ്രഫി, അതായത് ഇതിൽ മുഴുവൻ തിയറിയാണ് പഠിക്കാനുണ്ടാവുക. എയർ സ്ട്രക്ചർ, അറ്റ്മോസ്ഫിയർ അങ്ങനെയൊക്കെയാണ് പഠിക്കാനുണ്ടാവുക. രണ്ടാമത്തെ ഇന്ത്യൻ ജോഗ്രഫി, അതിൽ ഇന്ത്യയെക്കുറിച്ചുള്ള കാര്യമാണ് പഠിക്കാനുണ്ടാവുക. മൂന്നാമത്തെ കേരള ജോഗ്രഫി. 7 മാർക്കാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. നോർമലി ജോഗ്രഫി 5 മാർക്കാണ്, ഇപ്പൊ വ്യത്യാസം വന്നിട്ടുണ്ട്, 7 മാർക്ക് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ തിയറി പാർട്ട് നമ്മൾ 3 ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റൻ ആയിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത്. ഇന്ത്യൻ ജോഗ്രഫിന്ന് 3 ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, അതും
സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റൻ ആയിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത്. കേരള ജോഗ്രഫിയിൽ നിന്ന് 1 മുതൽ 2 മാർക്ക് വരെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അത് ഫാക്ട് ബേസ്ഡ് ക്വസ്റ്റൻ ആയിരിക്കും. 3, 3, 6, 1, 7 ഈ രീതിയിലാണ് ക്വസ്റ്റൻ എന്ത് ചെയ്യുന്നത് എക്സ്പെക്ട് ചെയ്യുന്ന ഭാഗമുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ജോഗ്രഫി മുഴുവനായിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നില്ല. നമ്മൾ ടൈം ടേബിളിൽ ടോപ്പിക്സ് തരുന്നതായിരിക്കും. ആ ടോപ്പിക്സ് മാത്രം പഠിക്കുക. സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയി പഠിക്കുക. ഓക്കെ, പ്രിൻസിപ്പിൾസ് ആൻഡ് തിയറീസ് ഓഫ് ഇന്ത്യൻ ജോഗ്രഫി എന്ന് NCERT NIOS ഓക്കെ ചാപ്റ്റേഴ്സ് ഞാൻ മെൻഷൻ ചെയ്യുന്നത് മാത്രം എന്ത് ചെയ്യുക, പഠിക്കുക. കേരള ജോഗ്രഫിക്ക് SCERTയും PYQയും പഠിക്കുക. ഞാൻ വീക്ക്ലി മെൻഷൻ ചെയ്യുന്ന ടൈം ടേബിളുള്ള ചാപ്റ്റർ മാത്രം എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, അപ്പൊ പ്രിൻസിപ്പിൾസ് ഓഫ് ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഓക്കെ ഇവിടെ കാണും. ഇതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ജോഗ്രഫി. ഇവിടെ ഗ്ലോബൽ വാർമിംഗ്, വേരിയസ് ഫോംസ് ഓഫ് പൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞ് കാണുന്നില്ലേ? ഓക്കെ അല്ലേ? അങ്ങനെ കാണുന്നുണ്ടല്ലോ, ഉണ്ട്. ദാ കിടക്കുന്നു ഗ്ലോബൽ വാർമിംഗുമായി ബന്ധപ്പെട്ട കറണ്ട് അഫെയർ. ഓക്കെ, COP മീറ്റിംഗ്, കോൺഫറൻസ് ഓഫ് പാർട്ടീസ് മീറ്റിംഗ് 28, 29, 30, പാരീസ് അഗ്രിമെന്റ് 2015. എന്തുകൊണ്ടാണ് 2015 പാരീസ് അഗ്രിമെന്റ് ഇമ്പോർട്ടന്റ് ആയത്? COP 30 പാരീസ് അഗ്രിമെന്റ് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കലാണ് ഏറ്റവും, അത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ തീരുമാനിക്കലാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം. വേരിയസ് ഫോംസ് ഓഫ് പൊല്യൂഷനിൽ മോസ്റ്റ് പൊല്യൂട്ടഡ് സിറ്റീസ് ഉണ്ട്, ഡേർട്ടിയർ സിറ്റീസ് ഉണ്ട്. 2023-24 ലിസ്റ്റ് ഉണ്ട്. ഓക്കെ, പൊല്യൂഷൻ ആൻഡ് ഗ്ലോബൽ വാർമിംഗ് സൊല്യൂഷനിൽ ഗ്ലോബൽ വാർമിംഗ് സോൾവ് ചെയ്യണ്ടേ? അപ്പൊ ഗ്രീൻ ഹൈഡ്രജൻ, നാഷണൽ സോളാർ മിഷൻ, ഓക്കെ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം, ഇതൊക്കെ എന്തുണ്ട് ആക്ച്വലി അതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. ഇനി ഇവിടെ വേറൊരു ടോപ്പിക് ഉണ്ട്. അവിടെ ടോപ്പിക് നോക്കിക്കോളൂ. ടോപ്പിക്കിന്റെ പേരാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എന്താണ് ആക്ച്വലി? റിമോട്ട് സെൻസിങ്. ഓക്കെ, സിലബസിൽ ഉള്ളതാണ്. ആ റിമോട്ട് സെൻസിങ്ങുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. നാസയുടെ റിമോട്ട് സെൻസിങ് ടൂൾ കിറ്റ് ഉണ്ട്. ISROയുടെ വീൽ ടീൽഡിംഗ് ഫോർകാസ്റ്റിംഗ് ഉണ്ട്. IRS ഇന്ത്യൻ റിമോട്ട് സാറ്റലൈറ്റ് ഉണ്ട്. കാട്രോസാറ്റ് സീരീസ് ഉണ്ട്, റിസാർട്ട് സീരീസ് ഉണ്ട്, റിക്ടോസാറ്റ് സീരീസ് ഉണ്ട്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് 2023-24 കാലഘട്ടങ്ങളിൽ എന്തൊക്കെ നടന്നിട്ടുണ്ട് 25 വരെ. ഓക്കെ, അത് നമുക്ക് എന്ത് ചെയ്യണം, കറണ്ട് അഫയേഴ്സ് ആയിട്ട് പഠിക്കാനുള്ളതാണ്. ഓക്കെ, പ്രിൻസിപ്പിൾസ് ഓഫ് ജോഗ്രഫിയിൽ അടുത്തതാണ് ജോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം. അതിൽ ഭുവൻ, GPS, ഭാരത് മാപ്സ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി അടുത്ത കറണ്ട് അഫയേഴ്സ് ആണ് എന്തുള്ളത് ആക്ച്വലി നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിൽ റോഡ്, വാട്ടർ, റെയിൽവേ, എയർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുള്ളതുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തുണ്ട്, ചിനാബ് ബ്രിഡ്ജ് ഉണ്ട്. പുതിയ പാലം എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പാമ്പൻ പാലമുണ്ട്, ചിനാബ് ബ്രിഡ്ജ് ഉണ്ട്. ചിനാബ് ബ്രിഡ്ജിന്റെ കൈവഴിയിൽ തന്നെയുള്ള വേറൊരു ബ്രിഡ്ജ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കാനുണ്ട്. എയറുമായി ബന്ധപ്പെട്ടതിൽ എയർ ഇന്ത്യ ക്രാഷ് ആയിട്ടുണ്ട്. റെയിൽവേസുമായി ബന്ധപ്പെട്ടതിൽ വന്ദേ ഭാരത് ഉണ്ട്. ഓക്കെ അല്ലേ? ഇത് നമുക്ക് പഠിക്കാനുള്ള ഭാഗമാണ്. എവിടെ നിന്നാണ്? ഇന്ത്യൻ ജോഗ്രഫി എന്ന് പഠിക്കാനുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പൊ കേരള ജോഗ്രഫിയിലാണെങ്കിൽ റോഡ്, വാട്ടർ, റെയിൽവേ എന്ന് പറഞ്ഞാൽ, വാട്ടർ എന്ന് പറഞ്ഞാൽ കൊച്ചി വാട്ടർ മെട്രോ, റെയിൽവേ എന്ന് പറഞ്ഞാൽ കൊച്ചി റെയിൽ മെട്രോ, എയർ എന്ന് വെച്ചാൽ എയർ കേരള. ഓക്കെ, എല്ലാം സിലബസുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് അല്ലേ? ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് എക്കണോമിക്സ്. 7 മാർക്കാണ് എക്കണോമിക്സിന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, എക്കണോമിക്സ് ഡീറ്റെയിൽ ആയി പഠിക്കണം. കഴിഞ്ഞ 2 ഭാഗവും നമ്മൾ ഡീറ്റെയിൽ ആയി പഠിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗം ഡീറ്റെയിൽ ആയി പഠിക്കണം. അതിനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇത്രയേ ടോപ്പിക്സ് ഉള്ളൂ. ഓക്കെ അല്ലെ? 7 മാർക്കും ഉണ്ട്. സാധാരണഗതിയിൽ ഈ 7 മാർക്കിൽ മാക്സിമം എന്തായിരിക്കും? സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. അനാലിസിസ് ക്വസ്റ്റ്യൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതായത് ഇവിടെ ഒരു ടോപ്പിക് ഉണ്ട്. ആ ടോപ്പിക്കിന്റെ പേരാണ് GST. അപ്പൊ GST കൂട്ടി അല്ലെങ്കിൽ GST കുറച്ചു. ഓക്കെ, എക്കണോമിയിൽ എന്താണ് ഇഫക്റ്റ് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്? ഓക്കെ, ടാക്സ് കൂട്ടി, ടാക്സ് കുറച്ചു, എന്താണ് ഇഫക്റ്റ് ഉണ്ടാവാൻ വേണ്ടി പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് അനാലിസിസ് ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? പ്രതീക്ഷിക്കാവുന്നതാണ്. എവിടെ നിന്ന്? എക്കണോമിക്സ്. ഡീറ്റെയിൽഡ് ആയി പഠിക്കണം. ഓക്കെ, നീതി ആയോഗിന്റെ സോഴ്സ് എന്ന് പറയുന്നത് അതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എടുത്തിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതേ സ്റ്റേറ്റ്മെന്റ് അതേപോലെ കാണാൻ പറ്റും. അതൊന്നാണ് അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ദയവ് എന്ത് ചെയ്യുക? അത് പഠിക്കുക. GSTയിൽ PIB ഉണ്ട്, പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഡോക്യുമെന്റ് ഉണ്ട്, GSTK. ഓക്കെ, GSTനെ കുറിച്ച് NCERTയിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഡോക്യുമെന്റ് മാത്രം എന്ത് ചെയ്യണം? നന്നായിട്ട് റെഫർ ചെയ്യണം. ഓക്കെ, ബാക്കി എല്ലാ ടോപ്പിക്കിനും ഈ നീതി ആയോഗും GSTയും ഒഴികെ എന്തൊക്കെ ടോപ്പിക്കാണ് ഉള്ളത്? 5-year പ്ലാൻസ്, ന്യൂ എക്കണോമിക് റിഫോംസ്, നവസാമ്പത്തിക പരിഷ്കാരം, പ്ലാനിംഗ് കമ്മീഷൻ, ഗ്രീൻ റവല്യൂഷൻ, മിനറൽസ് എന്നെല്ലാം പറഞ്ഞ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്തുണ്ടാവും? NCERT, SCERT ഓക്കെയാണ്. ഓക്കെ, അതിൽ ഞാൻ നിങ്ങൾക്ക് വീക്ക്ലി ടൈം ടേബിൾ ചാപ്റ്റേഴ്സ് പറയുന്നതായിരിക്കും. ആ ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യുക? അനലൈസ് ചെയ്യുക, പഠിക്കുക. ഓക്കെ, എക്സാമിന് വേണ്ടിയിട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇഷ്യൂസ് വാസ് നോട്ട് കൺസിഡർഡ് ആസ് ദ പ്രൈം ഒബ്ജക്റ്റീവ്സ് നീതി ആയോഗ്. ഇത് LSTS 2024 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതിൽ ഇതാണ് നീതി ആയോഗിന്റെ സൈറ്റ്. നീതി ആയോഗിന്റെ നീതി.government.in ഉണ്ടാവും. ഓക്കെ, ഇവിടുത്തെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വായിച്ചേ.
to evolve a shared vision of national development priorities, sectors and strategies with the active involvement of states എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അവിടുത്തെ ഒബ്ജക്റ്റീവ്സിൽ നീതി ആയോഗിന്റെ സൈറ്റിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചേ. To evolve a shared vision of national development priorities, sectors and strategies with the active involvement of states. Okay, സെയിം സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചേ. ടു ഫോസ്റ്റർ കോപ്പറേറ്റീവ് ഫെഡറലിസം ത്രൂ സ്ട്രക്ചേർഡ് സപ്പോർട്ട് ഇനീഷ്യേറ്റീവ്സ് ആൻഡ് മെക്കാനിസംസ്. ബാക്കി ഞാൻ വായിക്കുന്നില്ല. രണ്ടാമത്തെ വായിച്ചേ. ടു ഫോസ്റ്റർ കോപ്പറേറ്റീവ് ഫെഡറലിസം ത്രൂ സ്ട്രക്ചേർഡ് സപ്പോർട്ട് ഇനീഷ്യേറ്റീവ്സ്. ഓക്കെ, അടുത്തത് ഡി സ്റ്റേറ്റ്മെന്റ്. കാരണം നോട്ട് കൺസിഡർഡ് ആണ്. സി ആണ് ആൻസർ. ഡി സ്റ്റേറ്റ്മെന്റ്. To ensure an areas that are specifically referred to it, that the interest of national security are incorporated in economic strategy and policy. Okay, ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ നാഷണൽ സെക്യൂരിറ്റി. ഒരു മിനിറ്റ്. Okay, to ensure on areas that are specifically referred to it, that the interest of national security are incorporated in economic strategy and policy. എഴുതി വെച്ച അതേപോലെ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് സോഴ്സ് എവിടെ നിന്ന് പറഞ്ഞത്, സൈറ്റ് നോക്കുക. അതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് എവിടെ നിന്ന് കാണും, സൈറ്റിൽ കാണും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക. എങ്ങനെയാണ് നോക്കേണ്ടത് ഞാൻ എന്ത് ചെയ്യാം, പറഞ്ഞുതരാം. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ, ഇതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ്. എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ലേ? ഓക്കെ, വേൾഡ് ബാങ്ക്, IMF, സെബി, RBI, WTO, അതിന്റെ ചെയർമാൻ ആരാണെന്നുള്ളത്, റിപ്പോ, റിവേഴ്സ് റിപ്പോ, MSF തുടങ്ങിയ കാര്യങ്ങൾ 2025 എന്താണ് റേറ്റ് എന്നുള്ളത്. വേൾഡ് ബാങ്കിന്റെ IMF റിപ്പോർട്ട് പ്രകാരം GDP റാങ്കിൽ ഇന്ത്യ എത്രാം സ്പേസ് ഉണ്ട്? 4ാമത്തെ സ്പേസ്. ഓക്കെ അല്ലേ? വേൾഡ് എക്കണോമിക് ഔട്ട്ലുക്ക് റിപ്പോർട്ട്, നീതി ആയോഗിന്റെ ഇൻഡെക്സ്, STG ഇൻഡെക്സ്, ഹെൽത്ത് ഇൻഡെക്സ്, വേൾഡ് STG ഇൻഡെക്സ്, ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോക്കാവുന്നതാണ്. ഓക്കെ, മേജർ 2024 മേജർ ക്രോപ്പ് പ്രൊഡ്യൂസിംഗ് സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്? പഞ്ചസാരയിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്ന ആരാണ്? ഓക്കെ, GST കൗൺസിലിന്റെ ലേറ്റസ്റ്റ് സജഷൻ എന്താണ്? കാറിന് അവർ GST കുറച്ചോ അല്ലെങ്കിൽ ജ്വല്ലറിക്ക് അവർ GST കൂട്ടിയോ തക്കാളിയെ ഇൻക്ലൂഡ് ചെയ്തോ എന്നുള്ള കാര്യങ്ങൾ 2025 മീറ്റിംഗ് കൂടി ഉണ്ടാവും. മീറ്റിംഗ് എന്ത് ചെയ്യുക, നോക്കി വെക്കുക. അത്രേ ഉള്ളൂ. ഓക്കെ, ഇതാണ് കറണ്ട് അഫയേഴ്സ്. ഓക്കെ, സയൻസ് 21 ക്വസ്റ്റ്യൻ പ്ലസ് കറണ്ട് അഫയേഴ്സ് ആണ് ഉള്ളത്. നോർമലി നമുക്ക് 12 ക്വസ്റ്റ്യനും കറണ്ട് അഫയേഴ്സേ ഉണ്ടാവുള്ളൂ. ഇവിടെ നമുക്ക് 21 ക്വസ്റ്റ്യൻ ഉണ്ട്. എന്ന് വെച്ചാൽ 25 ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് വന്നിരിക്കുന്നത്. ഇത് റാങ്ക് മേക്കിംഗ് പോർഷൻ ആണ്. ഓക്കെ, റാങ്ക് മേക്കിംഗ് പോർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണോ ഈ ഭാഗത്ത് നിന്ന് വളരെ നന്നായി സ്കോർ ചെയ്യുന്നത്, 25 നമുക്ക് 20 ഈ ഭാഗത്ത് നിന്ന് കിട്ടണം. ഓക്കെ, അവരെന്ത് ചെയ്യുക, ആക്ച്വലി ടോപ്പ് ലിസ്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നമുക്ക് പേപ്പർ 2 എന്ത് പറ്റുന്ന അറിയില്ല. കുറെ ടോപ്പിക്സ് നമുക്ക് പറയാൻ പറ്റും, പക്ഷെ അവർ എന്ത് ചെയ്യും നമുക്ക് അറിയില്ല. അതുകൊണ്ട് സയൻസ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ജോലി കിട്ടുന്നതിൽ ഒരു ഡിസൈഡിങ് ഫാക്ടറാണ്. എവിടെ? നമ്മുടെ സെക്രട്ടറി അസിസ്റ്റന്റിന്റെ. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? അപ്പൊ അടുത്തത് ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്തിൽ 7 മാർക്കാണ് അവർ കൊടുത്തിരിക്കുന്നത്. സാധാരണഗതി നമുക്ക് 6 മാർക്ക് ഉണ്ടാവുക, 1 മാർക്ക് കൂട്ടിയെന്നേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ പഠിക്കാൻ പോണതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, വൈറ്റമിൻസ് ആൻഡ് മിനറൽസും അവർ ഡെഫിഷ്യൻസി ഡിസീസും, വൈറ്റമിൻസിന്റെയും ഡെഫിഷ്യൻസി ഡിസീസിനും ഒരു ഫാക്ട് വൈസ്ഡ് ക്വസ്റ്റൻ ആയിരിക്കും, 1 മാർക്ക് ഉണ്ടാവും. ഓക്കെ, ഡിസീസസ് അവരുടെ ഏത് ഓർഗാനിസം മൂലമാണ് ഡിസീസ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിൽ നമുക്ക് എന്ത് കിട്ടും, 1 മാർക്ക് കിട്ടും. വെൽഫെയർ ആക്ടിവിറ്റി ഓഫ് കേരള ഗവൺമെന്റിൽ ഫാക്ട് ആയിരിക്കും. ഇതെല്ലാം ഫാക്ട് ആണ്, നമുക്ക് 1 മാർക്ക് കിട്ടും. ലൈഫ് സ്റ്റൈൽ ഡിസീസ് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. പ്രധാനമായിട്ട് ഡയബറ്റിക് സ്പെഷ്യൽ എന്നാണ് വരാനുള്ള സാധ്യത, 1 മാർക്ക് കിട്ടും. ഓക്കെ അല്ലെ? എൻവയോൺമെന്റിന് NCERTയിലെ എൻവയോൺമെന്റ് പോർഷൻ, അതായത് അറൌണ്ട് 20 പേജ് ഉണ്ട്, 12ാം ക്ലാസ്സിലെയാണ്. അത് എന്ത് ചെയ്യണം, ഒന്ന് പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ അല്ലെ? 6ഉം 7ഉം ഹ്യൂമൻ ബോഡിയുമായി ബന്ധപ്പെട്ടായിരിക്കും. ഹ്യൂമൻ ബോഡി ഒരുപാട് പഠിക്കാണ്ട് മക്കളെ. ഓക്കെ, അത്രയൊന്നും പഠിക്കാനുള്ള സമയം നമുക്ക് ഈ 2 മാസം കൊണ്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ ചുരുക്കിയിട്ടുണ്ട്. ഓക്കെ, കണ്ണ് പഠിക്കുക, ഹാർട്ട് പഠിക്കുക, ഹോർമോൺ പഠിക്കുക, ബ്രെയിൻ പഠിക്കുക, ലിവർ പഠിക്കുക, എന്നിട്ട് 1 മാർക്ക് വാങ്ങുക. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് 7ൽ 6 വാങ്ങുക. ഓക്കെ, 1 മാർക്ക് കിട്ടിയാ നല്ലത്. ഓക്കെ, ആ 1 മാർക്കിന് വേണ്ടിയിട്ട് ഈ ഹ്യൂമൻ ബോഡിയിലെ എല്ലാ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും, പ്രശ്നമായിരിക്കും. അതേപോലെ ആ 1 മാർക്കിന് വേണ്ടിയിട്ട് ബേസിക് ഹെൽത്ത് ഫാക്ട്സ് എല്ലാം പോയി പഠിക്കാൻ എന്തായിരിക്കും, പ്രശ്നമായിരിക്കും. ഓക്കെ, നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ബാക്കിയുള്ള പോർഷൻസ് എന്നാണ്. കാരണം ഇതിനെ വിട്ടേ പറ്റുള്ളൂ, ഇല്ല നമുക്ക് എന്ത് ചെയ്യില്ല, ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഇത്രയും കാര്യം ഓക്കെയാണ്. അടുത്തത് ഓക്കെ, അടുത്ത കാര്യം നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മുടെ ടാർഗറ്റ് എന്താ? 7ൽ നമുക്ക് എത്ര വേണം? 6 വേണം. നമ്മൾ എൻറ്റയർ ചാപ്റ്റർ ബേസിക് ഹെൽത്ത് ഫാക്ട് എന്ത് ചെയ്യാൻ പോണ്,
അങ്ങോട്ട് വിടാൻ പോവാണ്. ഓക്കെ അല്ലേ? സോഴ്സിൽ നമുക്ക് SCERT ഉണ്ട്, NCERT ഉണ്ട്, PYQ ഉണ്ട്. ഇതാണ് നമ്മുടെ സോഴ്സസ് പഠിക്കാനുള്ളത്. ഓക്കെ, ബയോളജിയുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയർസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻവയോൺമെന്റിൽ മോസ്റ്റ് പൊല്യൂട്ടഡ് സിറ്റി, ഡേർട്ടിയസ്റ്റ് സിറ്റീസ് നമ്മൾ ജോഗ്രഫിയിലും കണ്ടാണ്. ഇവിടെ എൻവയോൺമെന്റൽ ഉണ്ട്. ഗ്ലോബൽ വാർമിംഗിൽ COP മീറ്റിംഗ്, പുതിയ എന്തെങ്കിലും ഡിസീസസ് വന്നിട്ടുണ്ടെങ്കിൽ. ഞാനിപ്പോൾ ഇത് എടുക്കുന്ന സമയത്ത് നിപ്പ വീണ്ടും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ കൊറോണയുടെ പുതിയ വേരിയന്റ്, നിപ്പയുടെ വേരിയന്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻ ചോദിക്കുന്നതായിരിക്കും. സെക്സ് റേഷ്യോയും വാക്സിനേഷൻ ഡീറ്റെയിൽസും ഡിസ്ട്രിക്ട് വൈസ് 2011 സെൻസസ് നമുക്ക് എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഓക്കെ, പുതിയ എന്തെങ്കിലും സ്പീഷീസ് കേരളത്തിൽ ഫൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വല്ല നക്ഷത്രാമയോ ഓക്കെ വല്ല തവളയോ എന്തെങ്കിലുമൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നുണ്ടാവും. അത് ന്യൂസിലുള്ള നാഷണൽ പാർക്ക്, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ യുനെസ്കോയുടെ സൈറ്റിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത് ഒരു നാഷണൽ പാർക്കാണ്, ജാർഖണ്ഡിലുള്ള നാഷണൽ പാർക്കാണ്. ഓക്കെ, അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യും? ന്യൂസിലുള്ള നാഷണൽ പാർക്ക് വരാവുന്നതാണ്. IUCNന്റെ സ്റ്റാറ്റസ്, IUCN എന്തെങ്കിലും റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, എൻവയോൺമെന്റൽ ഡേ, വാട്ടർ ഡേ, അങ്ങനെ എന്തെങ്കിലും സ്ലോഗൻസ് ഉണ്ടെങ്കിൽ, അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താ വരും? കറണ്ട് അഫയേഴ്സ് ആയിട്ട് വരും. ഇപ്പൊ മാക്സിമം കറണ്ട് അഫയേഴ്സും നമ്മുടെ എന്താ ഇതുമായി ബന്ധപ്പെട്ടതല്ല വരുന്നു വന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? അതെ. ഇനി അടുത്താണ് ഫിസിക്സ്. സാധാരണഗതിയിൽ ഫിസിക്സ് 3 മാർക്കാണ്, നമുക്ക് 7 മാർക്ക് ഉണ്ട്. ഇത്രയും കാണുന്ന ഭാഗമാണ് അതിന്റെ സിലബസ് ആയിട്ടുള്ളത്. ഓക്കെ, അതിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് ന്യൂട്ടന്റെ ലോ ഓഫ് മോഷൻ സ്റ്റേറ്റ്മെന്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. ലേറ്റ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. സൗണ്ട്, വെലോസിറ്റി ഓഫ് സൗണ്ട് ഫാക്ട് ആയിരിക്കും. ബോയൻ ഫോഴ്സ്, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ, പാസ്കൽസ് ലോ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഡെൻസിറ്റി, റിലേറ്റീവ് ഡെൻസിറ്റി സ്റ്റേറ്റ്മെന്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒരു സ്റ്റേറ്റ്മെന്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. ലിവേഴ്സ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലിവേഴ്സ് ഒരു ഫാക്ട് ആയിരിക്കും. ഉത്വലകങ്ങൾ. ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സും ഡെൻസിറ്റിയും വർക്കും R=2F ഫോഴ്സുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവും, അവിടെ ഉണ്ടാവും. ഓക്കെ, ഇതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ. ഇനി നിങ്ങൾ തന്നെ പറ. ഓക്കെ, ഇവിടെ ബ്രാഞ്ചസ് ഓഫ് ഫിസിക്സ് ഉണ്ട്, നമ്മൾ വിട്ടു. മാറ്റർ വിട്ടു, യൂണിറ്റ്സ് വിട്ടു, മെഷർമെന്റ് വിട്ടു, ഫിസിക്കൽ ക്വാണ്ടിറ്റി വിട്ടു. ന്യൂട്ടന്റെ ലോ ഓഫ് മോഷൻ നമ്മൾ പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ലൈറ്റ് നമ്മൾ പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സൗണ്ടും അതിന്റെ വെലോസിറ്റിയും പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫോഴ്സും ഫ്രിക്ഷനും, എന്താ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഓഫ് ഫ്രിക്ഷനും അങ്ങനെയൊന്നും പഠിക്കാൻ പറഞ്ഞിട്ടില്ല. ബോയൻ ഫോഴ്സും ആർക്കിമിഡീസ് പ്രിൻസിപ്പിളും പാസ്കൽ ലോ ആണ് പഠിക്കാൻ വേണ്ടി പറഞ്ഞത്. ഓക്കെ അല്ലേ? അവിടെ അഡ്ഹീസീവ് കൊഹീസീവ് ഇതുണ്ട്, കാപ്പിലാരിറ്റി ഉണ്ട്, വിസ്കസ് ഫോഴ്സ് ഉണ്ട്, സർഫസ് ടെൻഷൻ ഉണ്ട്. ഇതെല്ലാം വിടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഗ്രാവിറ്റേഷൻ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഹീറ്റ് നമ്മൾ എന്ത് ചെയ്തു? മൊത്തമായിട്ട് വിട്ടിട്ടുണ്ട്. ഹ്യൂമിഡിറ്റിയും റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും മാത്രം നമ്മുടെ കയ്യിലുള്ളൂ. ഓക്കെ അല്ലേ? വർക്ക് എനർജി നമ്മൾ മൊത്തമായിട്ട് വിട്ടിട്ടുണ്ട്. പ്രോബ്ലം അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ലിവർ പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഉത്വലങ്ങൾ സെയിം അല്ലേ? അപ്പോൾ ഫിസിക്സിൽ നിന്ന് നമ്മൾ ഒരുപാട് ഭാഗം വിട്ടിട്ടുണ്ട്, കുറച്ച് ഭാഗം പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഈ പഠിക്കാൻ പറഞ്ഞ ഭാഗം മാത്രം പഠിച്ചിട്ട് പോവാ. ഓക്കെ, കൂടുതലായി പഠിക്കാൻ നിന്നാൽ ടൈം വേസ്റ്റ് ആകും. അവസാനം എന്താവുമെന്ന് എന്തുണ്ടാവില്ല, അറിയില്ല. നമ്മുടെ മെത്തേഡ് പ്രകാരം നമ്മൾ എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് എന്താ ഇത് ക്ലിയർ ചെയ്തതല്ല, കുറച്ച് പഠിക്കുന്നു, 160 വാങ്ങുന്നു, ക്ലിയർ ചെയ്യുന്നു. ഇത്രയും നമ്മുടെ ലക്ഷ്യമുള്ളൂ. ഓക്കെ അല്ലേ? കാര്യം മനസ്സിലായല്ലോ? ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ISROയുടെ സ്പേസ് മിഷൻസ് ഉണ്ട് 2023-25 നോക്കുക. സാറ്റലൈറ്റ്, നാസ, EU അവരെ എന്തെങ്കിലുമൊക്കെ അയച്ചിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാൻ നോക്കുക. പിന്നെ ഫിസിക്സ് എന്നുള്ള നോബൽ പ്രൈസ് ഉണ്ട്. ഓക്കെ, അതെന്തായിരിക്കും? കറണ്ട് അഫയേഴ്സ് ആയിട്ട് വരുന്ന സാധനമാണ്. ഓക്കെ, കെമിസ്ട്രി 7 മാർക്ക് ഉണ്ട്. മക്കളെ കെമിസ്ട്രി പഠിച്ചേ പറ്റുള്ളൂ. വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിലബസ് ചെറുതാണ്. 3 മാർക്കാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യായിരുന്നു? മാക്സിമം വിടായിരുന്നു. ഇപ്പൊ 7 മാർക്കാണ്, അത്ര വിടാൻ പറ്റില്ല. ഓക്കെ, സോ ഇവിടെ ആറ്റത്തിന്റെ മോഡൽ പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മോളിക്യൂൾ ഉണ്ട്, വിട്ടിട്ടുണ്ട്. സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഫാക്ട് ബേസ്ഡാണ് പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അലോട്രോപ്പി വിട്ടിട്ടുണ്ട്. പക്ഷെ ഗ്യാസ് ലോസും അക്വാറീജിയയും പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഗ്യാസ് ലോസ് ഒരു സ്റ്റേറ്റ്മെന്റിലാണ്, അക്വാറീജിയ ഫാക്ട് ആണ്. ഓക്കെ, എലമെന്റ്സ് വിട്ടിട്ടുണ്ട്. പീരിയോഡിക് ടേബിളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെറ്റൽ ആൻഡ് നോൺ മെറ്റൽസ് കൂടി ചേർത്തിട്ട് പീരിയോഡിക് ടേബിൾ പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? കെമിക്കൽ ഫിസിക്കൽ ചേഞ്ചസ് പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. കെമിക്കൽ റിയാക്ഷൻ പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. പക്ഷെ സൊല്യൂഷൻസ്, മിക്സർ, കോമ്പൗണ്ട്സ് എന്ത് ചെയ്യുന്നുണ്ട്? പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആസിഡും ബേസിന്റെയും pH വാല്യൂ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മെറ്റൽസ്, നോൺ മെറ്റൽസ്, അലോയ്സ് ആൻഡ് ആൽക്കലോയിഡ്സ് മൊത്തമായി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? വിട്ടിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ അല്ലേ? 7-ൽ 6 വാങ്ങുക എന്നാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട നോബൽ പ്രൈസും ന്യൂ എലമെന്റ്സ്, പുതിയ എലമെന്റ്സ് കണ്ടുപിടിച്ചിട്ടുണ്ടാവുമല്ലോ, 118, 119. ഓക്കെ, അതൊക്കെ നമുക്ക് എന്തായിട്ട് വരാം? കറണ്ട് അഫയേഴ്സ് ആയിട്ട് വരാം. ഓക്കെ, ആർട്ട്, ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ 8 മാർക്ക്. മുമ്പ് നമ്മൾ എക്സാം എഴുതുമ്പോൾ ഓക്കെ, ആർട്ട്, ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ 10 മാർക്കാണ് ഉണ്ടായിരുന്നത് പ്രിലിംസിന്. അതിൽ സ്പോർട്സും ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ആർട്ട്, ലിറ്ററേച്ചർ ആൻഡ് കൾച്ചറിന് 8 മാർക്കും
സ്പോർട്സ് എന്ന് പറയുന്ന വിഷയത്തിന് 3 മാർക്കായിട്ട് ഡിവൈഡ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യമാണ് ഇവിടെ ഉള്ളത്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇതിനെ 8 മാർക്ക് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അതിൽ ആർട്സ് ഉണ്ട്. ഇമ്പോർട്ടന്റ് ഓഡിയോ വിഷ്വൽ ആർട്ട് ഫോം ഓഫ് കേരള എന്നുള്ളതാണ് ആദ്യത്തെ ഭാഗം. അത് തന്നെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. എല്ലാ ആർട്ട് ഫോം നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നില്ല. കഥകളി, മോഹിനിയാട്ടം, തെയ്യം, മുടിയേറ്റ്, ചവിട്ട് നാടകം ഡീറ്റെയിൽ ആയി പഠിക്കണം. ഗവൺമെന്റിന്റെ വെബ്സൈറ്റ് ആണ് ഇതിന് എന്താ സോഴ്സ് ആയിട്ടുള്ളത്. ഓക്കെ, ചുമ്മാ സെർച്ച് ചെയ്യുക. കേരള ടൂറിസത്തിന്റെ വെബ്സൈറ്റിൽ എന്ത് കാണും, അതിന്റെ ഡീറ്റെയിൽ കാണും, ഡീറ്റെയിൽ ആയി എഴുതി വെച്ചിട്ടുണ്ടാവും. അതൊന്നാണ് പഠിക്കേണ്ടത്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. ഫേമസ് പ്ലേസസ്, ഇൻസ്റ്റിറ്റ്യൂഷൻ, പേഴ്സണാലിറ്റീസ്, ആർട്ടിസ്റ്റസ് ആൻഡ് റൈറ്റേഴ്സ് റിലേറ്റഡ് ടു ഒറിജിൻ, ഡെവലപ്മെന്റ്, എക്സ്റ്റൻഷൻ ആൻഡ് പ്രാക്ടീസ് ഓഫ് ദീസ് ആർട്ട് ഫോംസ്. ഇതെല്ലാം വിട്ടിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഫൈൻ. അടുത്താണ് ലിറ്ററേച്ചർ. മലയാളത്തിലെ ഇമ്പോർട്ടന്റ് ലിറ്റററി മൂവ്മെന്റ്സ്. യെസ്, ക്വസ്റ്റ്യൻ വരുന്നതാണ്. സ്റ്റേറ്റ്മെന്റ് ലെവലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അത് SCERT ആണ് അതിന്റെ എന്തുള്ളത്, സോഴ്സ് ഉള്ളത്. ഓക്കെ അല്ലേ? മെയിൻ വർക്ക്സ് ഓഫ് ലിറ്ററേച്ചർ റിലേറ്റഡ് ടു ഈച്ച് മൂവ്മെന്റ് ആൻഡ് ദർ ഓതേഴ്സ്. ഓക്കെ, റൈറ്റേഴ്സിന്റെ പെൻ നെയിം, അവരുടെ ഫേമസ് വർക്ക്, അവരുടെ ക്യാരക്ടർ, അവരുടെ ഫേമസ് ബുക്സ്. ഓക്കെ, അത് അവിടെ എഴുതിയിട്ടുണ്ട്. ഫേമസ് വർക്ക്സ് ആൻഡ് ക്യാരക്ടർ, ഫേമസ് ഫാക്ട് ബേസ്ഡ് ആണ് പഠിക്കേണ്ടത്. SCERT മലയാളം ബുക്സ് ഉണ്ടാവും. അതോടൊപ്പം PYQ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. ഓക്കെ, ബിഗിനിങ് ഓഫ് ജേർണലിസം ഇൻ കേരള. കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ന്യൂസ് പേപ്പേഴ്സ് മാത്രമല്ല പഠിക്കുക. ഓക്കെ, അതിൽ SCERT PYQ ഉണ്ടാവും. ഓക്കെ, അതിൽ പൈനിയേഴ്സ്, ജേർണൽസ് ആൻഡ് പബ്ലിക്കേഷൻസ് നമ്മൾ ന്യൂസ് പേപ്പേഴ്സ് മാത്രം എന്ത് ചെയ്യുന്നു, പഠിച്ചിട്ട് പോകുന്നു. ഈ കാര്യം ഒക്കെ അല്ലേ? അതെ. റൈറ്റേഴ്സും അവരുടെ വർക്കിന്റെയും ഫേമസ് അവാർഡ്സ്. ഓക്കെ, ജ്ഞാനപീഠം അവാർഡ് കിട്ടിയ വ്യക്തികൾ. അപ്പൊ ജ്ഞാനപീഠം അവാർഡ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. SCERT PYQ ആണ്. ഫാക്ട് ആണ് വരാൻ പോകുന്നത്. വളരെ ചെറുതാണ്, 4-5 പേരേ ഉള്ളൂ. അവരെന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി. മലയാളം സിനിമയുമായി ബന്ധപ്പെട്ട ഒരു ഫാക്ട് ആണ്. SCERT PYQ എന്ത് ചെയ്യുക, നോക്കുക. ഓക്കെ, അവിടെ കേരളത്തിലെ ഇമ്പോർട്ടൻറ്റ് സെലിബ്രേഷൻസ് ഉണ്ട്, നമ്മൾ പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. SCERT PYQ നോക്കുക. പ്ലേസ് അസോസിയേറ്റഡ് വിത്ത് സെലിബ്രേഷൻസ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഫെസ്റ്റിവൽ. ഇമ്പോർട്ടൻറ്റ് ഫെസ്റ്റിവൽ നമ്മൾ വിട്ടിട്ടുണ്ട്. കൾച്ചറൽ സെന്റേഴ്സ് വിട്ടിട്ടുണ്ട്. വർഷിപ്പ് പ്ലേസ് നമ്മൾ പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കൾച്ചറൽ ലീഡേഴ്സ് ആൻഡ് ദയർ കോൺട്രിബ്യൂഷനിൽ നമ്മൾ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഒരു 6 പേരെ കേരള ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യാം, പഠിച്ചാൽ മതി. ഓക്കെ, അത്രയും കാര്യം ഓക്കെ ആയിട്ടുണ്ട്. ഇതിന്ന് വരാൻ പോകുന്ന കറണ്ട് അഫയേഴ്സ്. പത്മശ്രീ അവാർഡ്സ്, ഭാരത് രത്ന 2024-25, സാഹിത്യ അക്കാദമി അവാർഡ്സ്, ലിറ്റററി അവാർഡ്സ് 2023-25, കേരള അവാർഡ്സ് 2024-25, സിനിമയിൽ നാഷണൽ അവാർഡ്സ്, കേരള സ്റ്റേറ്റ് അവാർഡ്സ്, ഓസ്കാർ, എമ്മി, ഗ്രാമി. ഗ്രാമി ഇനി പാട്ടിനാണ് പറഞ്ഞിട്ട് വെള്ളം ഉണ്ടാക്കണ്ട, എല്ലാം കൂടി ഒരുമിച്ച് എഴുതുന്നുള്ളൂ ഒരു ഫാക്ട് ബേസിൽ. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അടുത്താണ് സ്പോർട്സ്. ഫേമസ് സ്പോർട്സ് പേഴ്സണാലിറ്റീസ് ഓഫ് കേരള, ഇന്ത്യ ആൻഡ് ദ വേൾഡ്, ദെയർ സ്പോർട്സ് ഇവന്റ്സ്, അച്ചീവ്മെന്റ്സ് ആൻഡ് അവാർഡ്സ്. ഓക്കെ, നമ്മൾ ഒഴിവാക്കി. ഇമ്പോർട്ടന്റ് അവാർഡ്സ്, കറസ്പോണ്ടിങ് ഫീൽഡ് വിന്നേഴ്സ്, കറണ്ട് അഫെയർ ആണ്. ഫേമസ് ട്രോഫി നമ്മൾ വെച്ചിട്ടുണ്ട്. അതായത് ഇതിന്റെ പേര് എന്താണ്, ആക്ച്വലി നമ്മുടെ എന്താ, ഡേവിസ് കപ്പ് എന്താണ്, IPL എന്താണ്, അങ്ങനെയുള്ള പേര്. ഓക്കെ, നമ്പർ ഓഫ് പ്ലേയേഴ്സ് ഇൻ ഇമ്പോർട്ടൻറ്റ് സ്പോർട്സ് ഐറ്റംസ് അത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ കബഡി കളിക്കാൻ എത്ര ആൾ വേണം, ക്രിക്കറ്റ് കളിക്കാൻ എത്ര ആൾ വേണം, അങ്ങനെയുള്ള ഫാക്ട് ആണ്. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ടേംസ് വെച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് ടേംസ് എന്ത് ചെയ്യുന്നതായിരിക്കും, ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. അടുത്തത് എന്താണ്, ഒളിമ്പിക്സ് നമ്മളവിടെ വെച്ചിട്ടില്ല. ഓക്കെ, ഏഷ്യൻ ഗെയിംസ്, ആഫ്രോ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, സാഫ് ഗെയിംസ്, വെന്യൂസ്, കൺട്രീസ് അതൊന്നും വെച്ചിട്ടില്ല. നാഷണൽ ഗെയിംസ് വെച്ചിട്ടില്ല. ഗെയിംസ് ഇവന്റ് അച്ചീവ്മെന്റ് വെച്ചിട്ടില്ല. നാഷണൽ സ്പോർട്സ് ഗെയിംസ് ഇവന്റ്സ് ഓഫ് വേരിയസ് കൺട്രീസ് അതൊന്നും വെച്ചിട്ടില്ല. നമ്മൾ വളരെ കുറച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇതുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയറിൽ സ്പോർട്സ് അവാർഡ്സ് പഠിക്കുക, KL രത്ന, ദ്രോണാചാര്യ, അങ്ങനെയുള്ളത് 2023-25 വരെ. ഒളിമ്പിക്സ് പഠിക്കുക, ഇന്ത്യയുടെ പെർഫോമൻസ്. പിന്നെ ക്രിക്കറ്റിലോ ഒക്കെ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിലോ അത് മാത്രം എന്ത് ചെയ്യുക, ഒന്ന് റെഫർ ചെയ്യുക. ഓക്കെ, അല്ലാതെ എല്ലാ കാര്യവും എന്ത് ചെയ്യണ്ട, പഠിക്കേണ്ട കാര്യമില്ല, പ്രശ്നമായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ആണ് കമ്പ്യൂട്ടർ IT-യിൽ 6 മാർക്ക് ഉണ്ട്. 6 മാർക്കിന് വേണ്ടിയിട്ട് ആദ്യമുള്ളത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസും മെമ്മറി ഡിവൈസും ആണ്. ഓക്കെ, അപ്പോൾ മെമ്മറിയിൽ പ്രൈമറി, സെക്കൻഡറി മെമ്മറി ഒക്കെ ഉണ്ട്. അപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് നമ്മളൊരു ഫാക്ട് ആയിട്ടും, പക്ഷെ മെമ്മറിയെ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റേറ്റ്മെന്റ് ആയിട്ടായിരിക്കും പഠിക്കുക. ഓക്കെ, സോഫ്റ്റ്വെയറിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്. ഓക്കെ, നമ്മൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പഠിക്കുന്നുണ്ട്, ഫാക്ട് ആയിട്ടാണ് പഠിക്കുന്നത്. അതിനുശേഷം നമുക്ക് പോപ്പുലർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജസ് ആയിട്ടുള്ള വേർഡ് പ്രോസസ്, സ്പ്രെഡ്ഷീറ്റ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് പഠിക്കുന്നത്. ഓക്കെ, ഡാറ്റാബേസ് പാക്കേജസ്, പ്രസന്റേഷൻ, ഇമേജ് എഡിറ്റേഴ്സ്. ഓക്കെ, ബേസിക് ഓഫ് പ്രോഗ്രാമിംഗ്, ആ പ്രോഗ്രാമിംഗിന്റെ ബേസിക്സ് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, നെറ്റ്വർക്ക് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇന്റർനെറ്റിന്റെ ഭാഗം നമ്മൾ കറണ്ട് അഫയറിലാണ് പഠിക്കാൻ പോകുന്നത്. വെബ് ബ്രൗസറിന്റെ പേര്,
ഓക്കെ, ഇപ്പൊ ഏതൊക്കെ വെബ് ബ്രൗസേഴ്സ് കറന്റ് അവൈലബിലിറ്റി ആയിട്ടുണ്ട്, സോഷ്യൽ മീഡിയ, അവരുടെ സിഇഒ, ഓണർ നെയിം, സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്, 2024-25 IT ന്യൂ ഡെവലപ്മെന്റ്, AI, ഡീപ് ഫേക്ക്, ഡീപ് സീക്ക്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഡെവലപ്മെന്റ് ഇല്ലേ, ആ കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ IT 6 മാർക്ക്, നേരത്തെ 3 മാർക്കായിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പൊ 6 മാർക്കാണ്. അങ്ങനെ നമുക്ക് കുറച്ച് ടോപ്പിക്സ് കൂടെ എന്ത് ചെയ്യണം, ഡീറ്റെയിൽ ആയി പഠിച്ചേ പറ്റുള്ളൂ. ഇത്രയും കാര്യം ഓക്കെ ആയ മൊത്തം മാത്സും റീസണിങ് കൂടി ചേർന്നിട്ട് 15 മാർക്കാണ്. സാധാരണ അതിൽ 10 മാർക്കാണ് ഉണ്ടാവുക. നമ്മൾ അതിനെ മാത്സ് 8 ക്വസ്റ്റ്യനും റീസണിങ് 7 ക്വസ്റ്റ്യൻസുമായിട്ട് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് മാത്സിന്റെ സിലബസ് ആയിട്ടുള്ളത്. അത് പഠിക്കാനുള്ള സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടഫ് ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത് ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്, ലോ ഓഫ് എക്സ്പൊണൻസ്, പ്രോഗ്രഷൻ. അപ്പോൾ ഈ ഭാഗത്തു നിന്നാണ്. അപ്പൊ 4 ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്തു, അവിടെ നിന്ന് കിട്ടി. ഓക്കെ, 2 ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് നമ്പർ, സിംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ്, പലിശ, അതൊന്നായിരിക്കും. 2 മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. മെനസ്ട്രേഷൻ, അതായത് കോണിന്റെ അളവ് കണ്ടുപിടിക്കുക, കോണിന്റെ അടുത്ത് ഉരുക്കിയിട്ട് എന്നുണ്ടാക്കി ഒരു ഗോളം ഉണ്ടാക്കി, അങ്ങനെയുള്ള ചോദ്യം, റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ. ഓക്കെ, മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിൽ ഉണ്ടാവുക. ഇതാണ് മാത്സിന്റെ ഒരു സ്റ്റഡി പ്ലാൻ ആയിട്ടുള്ളത്. നമ്മൾ എന്താണ്, ഓക്കെ, പേഴ്സൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, അതേപോലെ ആവറേജ്, ഓക്കെ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ എന്ത് ചെയ്തിട്ട് നമ്മൾ വിട്ടിട്ടുണ്ട്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. മെന്റൽ എബിലിറ്റിയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എളുപ്പമുള്ള ഭാഗമായിരിക്കും. നമ്പർ സീരീസ് അല്ലെങ്കിൽ ലെറ്റർ സീരീസ് എഴുതിയിട്ടുണ്ട്. പ്രോബ്ലംസ് വിത്ത് മാത്തമാറ്റിക്കൽ സയൻസ്, ബോർഡ് ഓഫ് മാസ് ആണ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, വേരിഫൈങ് പൊസിഷൻസ് എഴുതിയിട്ടില്ല. അനലോഗി വിട്ടിട്ടുണ്ട്. ഓഡ് മാൻ ഔട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അതെ. ന്യൂമറിക്കൽ എബിലിറ്റി വിട്ടിട്ടുണ്ട്. കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് എഴുതിയിട്ടുണ്ട്. കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ഇവിടെ എഴുതിയിട്ടുണ്ടാവും. ഓക്കെ അല്ലേ? എവിടെ എഴുതി വെച്ചിരിക്കുന്നത്? നമ്പർ, ലെറ്റർ സീരീസ് ഇല്ല. കോഡിംഗ് ആൻഡ് ഡീകോഡ് നമ്മൾ എഴുതിയിട്ടില്ല. ഓക്കെ, ഫൈൻ. ഫാമിലി റിലേഷനും ഡയറക്ഷനും എഴുതിയിട്ടുണ്ട്. ക്ലോക്കും എഴുതിയിട്ടുണ്ട്. കലണ്ടറും എഴുതിയിട്ടുണ്ട്. ക്ലറിക്കൽ എബിലിറ്റി നമ്മൾ വിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ക്ലോക്കില് ആംഗിൾ കണ്ടുപിടിക്കുക. ക്ലോക്ക് എന്തായിരിക്കണം? സ്ലോ, ഫാസ്റ്റോ ആയി. കലണ്ടറിൽ ഒരു പർട്ടിക്കുലർ ഡേറ്റ് കണ്ടുപിടിക്കുക. ഫോർ എക്സാമ്പിൾ 2026 ജനുവരി 23 ഏത് ദിവസമാണ് അത് കണ്ടുപിടിക്കാനുള്ളത്. അല്ലെങ്കിൽ 2 ഡേറ്റ് തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ അല്ലെ? 1920 ജനുവരി 1 തിങ്കളാഴ്ചയാണെങ്കിൽ 1925 ജനുവരി 1 ഏതാഴ്ചയായിരിക്കും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ. ഓക്കെ, ഇംഗ്ലീഷ് മൊത്തം നമുക്ക് 13 ക്വസ്റ്റ്യൻ ഉണ്ട്. 10 ക്വസ്റ്റ്യൻ ആണ് സാധാരണഗതിയിൽ ഉണ്ടാവുക. ഇപ്പൊ നമ്മൾ 13 ആയിട്ട് അവർ അതിനെ കൂട്ടിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ പറയാനുള്ളത് ഇംഗ്ലീഷ് ഗ്രാമർ പോർഷൻ നമുക്ക് 7 മാർക്കാണ് ഉണ്ടാവുക. അതേപോലെ വൊക്കാബുലറി 6 ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇംഗ്ലീഷ് ഗ്രാമർ പോർഷൻ നമ്മൾ പഠിക്കുന്നത് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, ക്വസ്റ്റ്യൻ ടാഗ്, ആക്റ്റീവ് പാസീവ് വോയിസ്, ജെറണ്ട് അല്ലെങ്കിൽ പ്രിപ്പോസിഷൻസ്, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ, ടെൻസ്, സെന്റൻസ് കറക്ഷൻ. ഇത്ര നമ്മൾ പഠിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോ അതില് യൂസ് ഓഫ് കോറിലേറ്റീവ്സ് നമ്മൾ വിട്ടിട്ടുണ്ട്. വിടലാണ് കേട്ടോ, പഠിക്കലൊന്നുമില്ല. ഓക്കെ അല്ലേ? ടെൻസ് ഇൻ കണ്ടീഷണൽ സെന്റൻസസ് ഓക്കെ നമ്മൾ വിട്ടിട്ടുണ്ട്. പിന്നെ ഇൻഫിനിറ്റീവ് നമ്മൾ വിട്ടിട്ടുണ്ട്. ഓക്കെ, പ്രൈമറി ആൻഡ് മോഡലി ഓക്സിലറി വെർബ്സ് നമ്മൾ വിട്ടിട്ടുണ്ട്. ഓക്കെ, അതേപോലെ അഗ്രിമെന്റ് ഓഫ് സബ്ജക്ട് ആൻഡ് വെർബ്സ് നമ്മൾ വിട്ടിട്ടുണ്ട്. ഓക്കെ, ടൈപ്സ് ഓഫ് സെന്റൻസസ് ആൻഡ് ഇന്റർചേഞ്ച് ഓഫ് സെന്റൻസസ് നമ്മൾ വിട്ടിട്ടുണ്ട്. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ ഇത് എഴുതിയിരിക്കുന്നത്. ഇതൊന്നും നമ്മൾ 6 മാർക്ക് നമുക്ക് എന്ത് ചെയ്യണം? കിട്ടണം. ഒരുപാട് ഭാഗം നമ്മൾ വിടുന്നുണ്ട് കേട്ടോ. അതാണ് അത്രയും പറയാനുള്ളത്. ഓക്കെ, എല്ലാം പഠിക്കാനുള്ള സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് ആ ടൈം ടേബിൾ എന്ത് ചെയ്യുക? നന്നായിട്ട് ഫോളോ ചെയ്യാം. ഓക്കെ, ഇംഗ്ലീഷ് നിങ്ങൾ കുറച്ച് പഠിക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ചും ക്വസ്റ്റ്യൻ ടാഗും ആക്റ്റീവ് പാസീവ് വോയിസും ആയിരിക്കും. ഓക്കെ അല്ലേ? ഈ 3 ഭാഗം എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക. അടുത്ത റിമൈനിങ് നമുക്ക് എന്ത് ചെയ്താൽ മതി? എന്താ പറയുക, പ്രാക്ടീസ് ആണ് നമുക്ക് നന്നായിട്ട് വേണ്ടത്. ഓക്കെ, അതിനുവേണ്ടി PYക്കിലൂടെ പോവുക. 2021-25 എല്ലാ PYക്കും നോക്കിയതിന് ശേഷം SCRT NCRT ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുക. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ തന്നെ ഓക്കെ 4, 5, 6, 7 എന്ത് വരും? നിങ്ങളുടെ കയ്യിൽ വരും. അത്രേ ഉള്ളൂ. പ്രാക്ടീസ് ആണ് അതിൽ പഠിക്കാനുള്ള കാര്യം. നെക്സ്റ്റ് ആണ് വൊക്കാബുലറി. ഓക്കെ, വൊക്കാബുലറി നമ്മൾ പഠിക്കാൻ പോകുന്നത് സിനോണിം ആന്റോണിം ആണ്. സിനോണിം ആന്റോണിംസ് അവിടെ എഴുതിയിട്ടുണ്ട്. ഫ്രൈസൽ വെർബ്സ് ഉണ്ട്. ഫ്രൈസൽ വെർബ്സ് അവിടെ എഴുതിയിട്ടുണ്ട്. ജെൻഡർ എഴുതിയിട്ടുണ്ട്. കളക്റ്റീവ് നൗൺസ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇവിടെ എവിടെയോ ഉണ്ട്. സ്പെല്ലിംഗ് ടെസ്റ്റ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഫോറിൻ വേർഡ്സ് എഴുതിയിട്ടുണ്ട്. ഇഡിയംസ് എഴുതിയിട്ടുണ്ട്. സിംഗുലർ ആൻഡ് പ്ലൂറൽ എഴുതിയിട്ടില്ല. വേർഡ് ഫോർമേഷൻ ഫ്രം ദ അതർ വേർഡ്സ് ആൻഡ് യൂസ് ഓഫ് പ്രിഫിക്സ് ആൻഡ് സഫിക്സ് എഴുതിയിട്ടില്ല. കോമ്പൗണ്ട് വേർഡ്സ് എഴുതിയിട്ടില്ല. ഓക്കെ, വേർഡ്സ് ഓഫൻ കൺഫ്യൂസ്ഡ് എഴുതിയിട്ടില്ല. പിന്നെ എക്സ്പാൻഷൻ ആൻഡ് മീനിങ് ഓഫ് കോമൺ അബ്രീവിയേഷൻസ് എഴുതിയിട്ടില്ല. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? അതെ, ഡൺ.
മലയാളം 13 മാർക്കാണുള്ളത്. 13 ടോപ്പിക് ഉണ്ട്, 13 മാർക്കാണ്. അപ്പൊ നിങ്ങൾക്ക് 13 മാർക്ക് കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ പറ്റും. പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീത പദം, ശൈലി, സമാന പദം, ചേർത്ത് എഴുതുക, സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, പിരിച്ച് എഴുതുക, ഘടകപദം. 13 ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. 13 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും? അതൊന്ന് ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് വരുന്നതായിരിക്കും. ഗ്രാമർ ഒന്നും പഠിച്ച് സമയം കളയരുത്. എന്ത് ചെയ്യുക? ആക്ച്വലി SCRT POയ്ക്ക് എന്നുള്ള വൊക്കാബുലറി മാത്രം പഠിക്കുക. ഓക്കെ, എന്നിട്ട് മലയാളം എന്ത് ചെയ്യുക? ക്ലിയർ ചെയ്യുക. പക്ഷെ മലയാളം ഡീറ്റെയിൽ ആയി പഠിക്കുന്നത് മനസ്സിലായല്ലോ. ഇനി നമ്മൾ ചെയ്യാമോ? നമുക്ക് 2 മാസത്തെ, അതായത് 2 മാസം കണ്ടിന്യൂസ് ആയിട്ടല്ല, ആഴ്ചക്ക് ടൈം ടേബിൾ ഉണ്ടാക്കണം. രണ്ടാമത്തെ പേപ്പർ അനാലിസിസ് ഇതിന് ശേഷം വരുന്നതായിരിക്കും. ഓക്കെ, അതുകൂടി നോക്കിയതിന് ശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? അനാലിസിസ് ടൈം ടേബിൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ @കിരൺ സ്റ്റഡി സർക്കിൾ 123 എന്ന് പറഞ്ഞൊരു ചാനൽ ഉണ്ട്. @കിരൺ സ്റ്റഡി സർക്കിൾ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. അല്ലെങ്കിൽ കമന്റ് ചെയ്യാവുന്നതാണ്. എന്താ ഡൗട്ട്സ് എല്ലാം ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഇതാണ് ഇന്നത്തെ നമ്മുടെ സ്ട്രാറ്റജി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ചോദിക്കാവുന്നതാണ്. അപ്പൊ ഇതേപോലെ ഒരു ക്ലാസ് നമുക്ക് വീണ്ടും കണ്ട് എന്ത് ചെയ്യാം? പിരിയാം. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ, ഒരു സെക്കൻഡ് എന്തെങ്കിലും ഇല്ല.